നിന്നെക്കാൾ കുറച്ച് കൂടുതലോണം ഞങ്ങളുണ്ടതാ, വി നോ വാട്ട് ഇസ് ബെറ്റർ ഫോർ യു. ഇത് കേട്ടിട്ടില്ലാത്ത ഒരു മലയാളി കുട്ടി പോലും ഉണ്ടാവില്ല. ഇപ്പോൾ USA പോലത്തെ ഒരു കൾച്ചറിൽ ഒരു 10-18 വയസ്സാകുമ്പോൾ കുട്ടികളെ നമ്മൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അങ്ങ് വിടുകയാണ്. അവർ പാർട്ട് ടൈം വർക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിക്കുക. പിന്നത്തെ ബോണ്ട് ഇസ് വെരി ഡിഫറെൻറ്റ് വിത്ത് എ പേരൻറ്റ്. കേരളത്തിലൊക്കെ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി അത് അങ്ങനെയല്ല. ഇപ്പോൾ UG PG ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞും കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിയുമ്പോഴൊക്കെ തന്നെയും ഒരു സപ്പോർട്ട് പേരൻസിൻ്റെ ആവശ്യമാണ്. പേരൻസ് തിരിച്ച് മക്കളുടെ ആ ഒരു സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് മ്യൂച്വലി ഒരു ബഹുമാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുറത്ത് വരേണ്ട ഒരു കാര്യം. പക്ഷേ പേരൻസ് ഇതിനെ മിസ്യൂസ് ചെയ്താലോ, അതായത് അവരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാതിരിക്കുന്ന കുട്ടികൾ, അവർ പറയുന്ന ഒരു കരിയർ എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരാളെ കല്യാണം കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ഞാൻ നിനക്ക് എല്ലാം തന്നിട്ടില്ലേ, നിനക്ക് വിദ്യാഭ്യാസം തന്നിട്ടില്ലേ, നല്ല ഭക്ഷണം തന്നിട്ടില്ലേ, ഒരു വീടുണ്ടാക്കി തന്നില്ലേ, ഞങ്ങളുടെ വണ്ടിയല്ലേ നീ ഉപയോഗിക്കുന്നത്, കണക്ക് പറയാം. പിന്നെ 10 മാസം ചുമന്നതിൻ്റെ കണക്ക് വേറെ, അത് പിന്നെ എല്ലാവർക്കും കേട്ട് ശീലമായിട്ടുണ്ടാവും. ദ പ്രോബ്ലം ഇസ് ദാറ്റ് കണക്ക് പറയുന്ന സമയത്ത് ഒരു കടപ്പാടാണ് പേരൻസ് കുട്ടികളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് തോന്നിപ്പോവും, റാദർ ദാൻ ലവ്. ഒരു കുട്ടി ലോകത്തോട്ട് ഒരിക്കലും വരുന്നത് അവർ വന്ന് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് അയ്യോ അച്ഛാ അമ്മ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ജനിപ്പിക്കണേ, ഞാനൊന്ന് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടല്ല. നമ്മൾ സ്വയം തീരുമാനം എടുത്ത് കൊണ്ടുവരുന്നവരാണ്. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ്, അതിന് പുറത്ത് അവർക്ക് കൊടുക്കേണ്ട സ്നേഹം, ബഹുമാനം, ഇതെല്ലാം പേരൻസിൻ്റെ കടമയാണ്. ഇതൊരിക്കലും കുട്ടി ചോദിച്ചു വാങ്ങേണ്ടതോ അല്ലെങ്കിൽ പൊരുതി നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല. ഇതൊക്കെ കൊടുക്കുന്നത് തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സ്നേഹം തിരിച്ച് പ്രതീക്ഷിക്കാം, ഒരു ബഹുമാനം പ്രതീക്ഷിക്കാം, കുട്ടിയൊപ്പം ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കാം. പക്ഷേ അതിനപ്പുറം നമ്മൾ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം കുട്ടി കിടക്കരുത് എന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഈ കൊടുക്കുന്ന സ്നേഹം ഭയങ്കര കണ്ടീഷണലാണ്. പേരൻസ് പറയുന്നതിനപ്പുറം അല്ലെങ്കിൽ അതിന് വ്യത്യസ്തമായി വേറെ എന്ത് കുട്ടി ചെയ്താലും അത് തെറ്റാണ് എന്ന കാഴ്ചപ്പാടിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് കുട്ടികൾ നിങ്ങളെ വിളിക്കുന്നില്ല, തിരക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല എന്ന് തോന്നിയാൽ തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾ അവർക്ക് എന്ത് ഐഡിയ ആണ് കൊടുത്തത്? Were you giving them love selflessly, or you always love them so that നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കാം, നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കാം, അവരിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാമെന്നാണോ?